മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വർഷത്തിലെ 3 പത്തുകൾ വളരെ പവിത്രമായ പുണ്യമുള്ള പത്തുകളായി പരിചയപ്പെടുത്തി. അതിൽ ഒന്ന് ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളാണ്. പിന്നെ മുഹറം ആദ്യത്തെ 10 ദിവസങ്ങൾ, പിന്നെ പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. അതിൽ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 9 ദിവസം, 10ാമത്തെ ദിവസം പരിശുദ്ധമായ പെരുന്നാളാണ്. ആദ്യത്തെ 9 ദിവസം 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ സുന്നത്താണ് എല്ലാ ദിവസങ്ങളിലും. അതിൽ പ്രത്യേകിച്ച് 8, 9 അത് വളരെ ശക്തമായ സുന്നത്താണ്. ആ നോമ്പുകൾ പ്രത്യേകിച്ച് 9 അറഫയുടെ നോമ്പ് ആർക്കും തർക്കമില്ലാത്ത, ലോക മുസ്ലിങ്ങൾ ആർക്കും തർക്കമില്ലാത്ത നോമ്പാണ് അറഫ നോമ്പ് എന്നത്. ഖുർആൻ പ്രത്യേകമായി പറഞ്ഞ 10 ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾ. അന്ന് ദിക്റുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. എല്ലാ ദിക്റും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅലം അന്നഹു യുസ്തഹബ്ബുൽ ഇക്താറു മിനൽ അദ്കാരി ഫീ ഹാദൽ അശ്ർ സിയാദതൻ അലാ ഗൈരി. മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കൽ ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് തക്ബീർ വർദ്ധിപ്പിക്കുക. അത് പ്രത്യേകിച്ച് ഉളുഹിയത്തിന്റെ മൃഗങ്ങളെ, ഉളുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ, ആട്, മാട്, ഒട്ടകങ്ങളാണ് ഉളുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ. അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഒരു തവണ ഏറ്റവും ചുരുങ്ങിയ അതിന്റെ രൂപം. ഇനി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 തവണ ചൊല്ലിയാലും അത് നല്ലതാണ്. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലിയാലും നല്ലതാണ്. അതിന്റെ അസല സുന്നത്ത് ലഭിക്കാൻ അങ്ങനെയുള്ള മൃഗങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരാടിനെ കാണുമ്പോൾ ആ ആടിനെ ഉളുഹിയത്ത് അറുക്കുന്നോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഒരു മാടിനെ കാണുമ്പോൾ ഉളുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളാണ് എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലൽ, തക്ബീർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ്. മറ്റുള്ള എല്ലാ ദിക്റുകളും വർദ്ധിപ്പിക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നോമ്പ് അതേപോലെ ദിക്ർ, ഈ 2 കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ സുന്നത്തായ നോമ്പ് നോൽക്കുക. ഖളാ ഉള്ള ആളുകൾക്ക് ഖളാ വീട്ടുകയും ചെയ്യാം. പിന്നെ ദിക്റുകൾ ഏത് ദിക്റാണെങ്കിലും മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞത് ഏത് ദിക്ർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. എല്ലാ ദിക്റുകളും നമ്മൾ സാധാരണ പതിവാക്കുന്ന ദിക്റുകളൊക്കെ ഈ ദിവസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ വളരെ വലിയ പുണ്യമുള്ള, ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുമ്പോൾ കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകാനും